വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെയും LDF-നെയും നയിക്കുക നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. പിണറായി വിജയന് എല്ലാവിധ ഇളവുകളും നൽകിക്കൊണ്ടാണ് ഇത്തവണയും അദ്ദേഹം മത്സരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ മത്സരമാണ് അദ്ദേഹം ഇത്തവണ 2026 മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ നടക്കുന്നത്. 2016 ധർമ്മടത്തിൽ നിന്നും വിജയിച്ചു, 2021 ധർമ്മടത്തിൽ നിന്നും വിജയിച്ചു. ഇനിയിപ്പോൾ 2026 അതേ ധർമ്മടത്തിൽ നിന്നും അദ്ദേഹം ജനവിധി തേടാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതിനോടകം 6 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്, 6ലും വിജയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മത്സരിക്കാൻ പോകുന്നത് 7ാമത്തെ തെരഞ്ഞെടുപ്പാണ്. അതേസമയം തന്നെ മറ്റു പല പ്രമുഖ നേതാക്കൾക്കും സമാനമായ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ, അതായത് തുടർച്ചയായിട്ടുള്ള വിജയങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ നടപ്പിലാക്കി, ചില ചിട്ടകളൊക്കെ നടപ്പിലാക്കി, പാർട്ടി ചട്ടക്കൂടിൽ നടപ്പിലാക്കിക്കൊണ്ട് അവരെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പിണറായി വിജയൻ തുടർച്ചയായ 3ാം തവണയും ധർമ്മടത്ത് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ തവണ 2021 ഏതാണ്ട് 50,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പിണറായി വിജയൻ ധർമ്മടത്തിൽ നിന്നും വിജയിച്ചത്. അന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി C രഘുനാഥ് ആയിരുന്നു. എന്നാൽ ഇത്തവണ അത്തരത്തിൽ ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടാകരുത് എന്ന നിശ്ചയദാർഢ്യം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ഒപ്പം തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കുകയാണെങ്കിൽ ധർമ്മടം മണ്ഡലം എടുത്താൽ അവിടെ LDF-ന്റെ ഭൂരിപക്ഷം വെറും 2616 മാത്രമായിരുന്നു. നമുക്കറിയാം, ധർമ്മടം എന്ന് പറയുന്നത് CPM-ന്റെ ഒരു ഉരുക്കു കോട്ടയാണ്. അവരുടെ പാർട്ടി ഗ്രാമം എന്നോ പാർട്ടി കോട്ടയെന്നോ ഒക്കെ പറയാവുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ധർമ്മടം എന്ന് പറയുന്നത്. അവിടെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുധാകരൻ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഏതാണ്ട് 1,00,000-ലധികം വോട്ടുകൾക്കാണ് അവിടെ നിന്ന് വിജയിച്ചത്. അപ്പോൾ ധർമ്മടത്ത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരും ധർമ്മടം നിയമസഭാ മണ്ഡലത്തിൽ LDF-ന് വെറും 2616 വോട്ടുകളുടെ ലീഡ് മാത്രമാണ് ലഭിച്ചത്. 2021 50,000 വോട്ടുകൾക്ക് പിണറായി വിജയൻ ജയിച്ച ഒരു സാഹചര്യമാണ് എന്നതുകൂടി ഓർക്കണം. അപ്പോൾ അത്തരത്തിൽ വളരെ ശക്തമായ ഒരു പോരാട്ടം അവിടെ കാഴ്ചവെക്കാൻ UDF-ന് അന്ന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ LDF അവിടെ മികച്ച മുന്നേറ്റം നടത്തുകയും ചെയ്തു. എന്നാൽ UDF കോൺഗ്രസ് ഇത്തവണ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ധർമ്മടത്ത് ഇറക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. അതായത് പിണറായി വിജയനെ പോലൊരു നേതാവിനെ മണ്ഡലത്തിൽ തളച്ചിടാൻ പ്രാപ്തമായിട്ടുള്ള, അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ധർമ്മടം നിയമസഭാ മണ്ഡലത്തിൽ മത്സരത്തിനായിട്ട് ഇറക്കുക എന്നാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. ഇതിനോടകം തന്നെ പല പ്രമുഖ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായിട്ടുള്ള മുഹമ്മദ് ഷമ്മാസിന്റെ പേര് അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറിമാര്, ഒപ്പം തന്നെ DCC ജനറൽ സെക്രട്ടറിമാരുടെ പേരുകളെല്ലാം അവിടെ ധർമ്മടത്തേക്ക് പറഞ്ഞു കേൾക്കുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കൂടുതൽ താരപരിവേഷമുള്ള, കേരളം ഒന്നാകെ തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിലൊരു മത്സരം അവിടെ കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു പ്രമുഖ നേതാവിനെ തന്നെ രംഗത്തിറക്കുക എന്ന ഒരു ആലോചന കോൺഗ്രസിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. എന്തായാലും കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ പറഞ്ഞു കേൾക്കുന്ന പേരുകളിലൊന്ന് നിലവിലെ കണ്ണൂർ MP ആയിട്ടുള്ള K സുധാകരൻ്റെതാണ്. അദ്ദേഹം തനിക്ക് മത്സരിക്കാനുള്ള ആഗ്രഹമുണ്ട് എന്നത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ K സുധാകരന് നിലവിൽ MP ആയിരിക്കെ K സുധാകരന് നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള അനുമതി കൊടുക്കുമോ എന്നുള്ളത് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനനുസരിച്ചിരിക്കും. MP-മാരൊന്നും മത്സരിക്കേണ്ട എന്ന തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുക്കുന്നത് എങ്കിൽ K സുധാകരൻ അവിടെ മത്സരിക്കാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള പ്രമുഖ സീനിയർ നേതാക്കൾ കണ്ണൂരിലേക്ക് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്നിരുന്നാലും K സുധാകരന്റെ പേര് കണ്ണൂർ മണ്ഡലത്തിലേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ധർമ്മടത്തേക്ക് വരുമ്പോൾ അവിടെ വടകരയിലെ നിലവിലെ MP ആയിട്ടുള്ള കോൺഗ്രസിന്റെ ഫയർ ബ്രാൻഡ് നേതാവായിട്ടുള്ള, തീപ്പൊരി നേതാവായിട്ടുള്ള ഷാഫി പറമ്പിലിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നു എന്നതാണ് ഒടുവിൽ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ. അതായത് പിണറായി വിജയനെ നേരിടാൻ ഷാഫി പറമ്പിലിനെ ഇറക്കി കളം കൊഴുപ്പിക്കുക, മത്സരം കൊഴുപ്പിക്കുക എന്ന തന്ത്രമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അത്തരത്തിൽ ഷാഫി പറമ്പിലിനെ പോലെ ഒരു യുവ നേതാവ്, ചുറുചുറുക്കുള്ള ഒരു നേതാവ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം താരപരിവേഷമുള്ള, അല്ലെങ്കിൽ എവിടെ ചെന്നാലും ജനങ്ങളുടെ നേതാവായിട്ട് മാറുന്ന, ജനങ്ങളെ കൂട്ടുന്ന ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു നേതാവ്, അത്തരമൊരു നേതാവിനെ അവിടെ ഇറക്കിയാൽ പിണറായി വിജയനെ ആ മണ്ഡലത്തിൽ തളച്ചിടാൻ കഴിയും എന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്.
അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ശക്തമായ ഒരു പോരാട്ടമായിരിക്കും നടക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ല. മലബാറിൽ ഷാഫി പറമ്പിലിനുള്ള ഒരു സ്വീകാര്യത നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കാണുകയാണ്. പാലക്കാട് MLA ആയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നത്. അവിടെ അദ്ദേഹം ഉണ്ടാക്കിയ ഓളം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. KK ശൈലജ എന്ന CPM-ന്റെ എക്കാലത്തെയും സമുന്നതയായിട്ടുള്ള നേതാവിനെ 1 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ തറ പറ്റിച്ചുകൊണ്ട് MP ആയിട്ട് വിജയിച്ച് കയറി വന്നത്. അപ്പോൾ അത്തരത്തിൽ മികച്ച പ്രകടനം ഏത് തെരഞ്ഞെടുപ്പിലും നടത്തിയിട്ടുള്ള ഷാഫി പറമ്പിലിനെ പിണറായി വിജയനെതിരെ കളത്തിലിറക്കുമോ എന്ന ഒരു ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളമുള്ളത്. മുൻപും സമാനമായ രീതിയിലുള്ള ചില ചർച്ചകളും അഭ്യൂഹങ്ങളും ഒക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലേക്കൊക്കെ എത്തുന്ന ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി ഷാഫി പറമ്പിലിന്റെ പേര് ധർമ്മടം മണ്ഡലത്തിൽ ഉയർന്ന് കേൾക്കുകയാണ്. ഷാഫി പറമ്പിൽ അവിടെ എത്തുകയാണെങ്കിൽ പിണറായി വിജയന് ശക്തമായിട്ടുള്ളൊരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയും. ഒരു പക്ഷേ പിണറായി വിജയനെ അട്ടിമറിക്കാൻ പോലും പറ്റും എന്നുള്ളൊരു ചിന്ത അണികൾക്കിടയിൽ തന്നെയുണ്ട്. അണികൾ പലരും അത്തരം ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ണൂരിലെ പല മണ്ഡലങ്ങളിലും LDF CPM-ന്റെ കുത്തക മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ പേരിന് വേണ്ടി ഒരു പോരാട്ടം നടത്തുക എന്താണ് എക്കാലവും നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇതുപോലെ പിണറായി വിജയനെ പോലെയുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കൾക്കെതിരെ അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനും വിരുദ്ധമായിട്ട് ഇത്തവണ അത്തരം ഈസി വാക്ക് ഓവർ ആർക്കും കൊടുക്കേണ്ടതില്ല, ശക്തമായ പോരാട്ടങ്ങൾ തന്നെ നടക്കട്ടെ എന്നേ ഒരു ചിന്ത കോൺഗ്രസ് നേതൃത്വമുണ്ട്. നമുക്കറിയാം മുൻകാലങ്ങളിൽ ഇതേപോലെയുള്ള യുവ നേതാക്കളെയൊക്കെ രംഗത്തിറക്കി ശക്തമായ പോരാട്ടം പല മണ്ഡലങ്ങളിലും പല പ്രമുഖ നേതാക്കൾക്കെതിരെയും കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ അന്ന് LDF-ന്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പോലും പരിഗണിക്കപ്പെട്ട് മത്സരിച്ച VS അച്യുതാനന്ദനായിരുന്നു. VS അച്യുതാനന്ദൻ അന്ന് പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലാണ് മത്സരിച്ചത്. അച്യുതാനന്ദനെതിരെ അവിടെ രംഗത്ത് വന്ന് അന്ന് കോൺഗ്രസിന്റെ യുവ നേതാവായിട്ടുള്ള സതീശൻ പാച്ചേനി ആയിരുന്നു. ശക്തമായ പോരാട്ടമാണ് സതീശൻ പാച്ചേനി നടത്തിയത്. ഒരു ഘട്ടത്തിൽ VS അച്യുതാനന്ദനെ അട്ടിമറിക്കും എന്ന് പോലും തോന്നിപ്പിക്കുന്ന ഒരു പ്രകടനമാണ് സതീശൻ പാച്ചേനി നടത്തിയത്. ഏറ്റവും ഒടുവിൽ അവിടെ ഏതാണ്ട് 4600ഓളം വോട്ടുകൾക്കാണ് VS അച്യുതാനന്ദൻ ജയിച്ചത് എന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഒപ്പം തന്നെ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ കണ്ണൂരിൽ നിന്നും ഒരു മണ്ഡലം, അത് തലശ്ശേരി, CPM-ന്റെ പറയുന്ന പോലെ കോട്ടകൊത്തളമായിട്ടുള്ള തലശ്ശേരി, അവിടെ മത്സരിക്കാനായിട്ട് ഇറങ്ങിയത് പ്രമുഖ നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. കോടിയേരി ബാലകൃഷ്ണനെതിരെ കോൺഗ്രസ് അന്ന് രംഗത്തിറക്കിയത് രാജ്മോഹൻ ഉണ്ണിത്താനെയാണ്. വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെയാണ് കോൺഗ്രസ് അവിടെ രാജ്മോഹനെ രംഗത്തിറക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ എത്തി. അദ്ദേഹം വന്നിറങ്ങിയ സമയം മുതൽ ശക്തമായ പ്രവർത്തനം, അദ്ദേഹത്തിന് വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ അവസാന നിമിഷമാണ് പ്രഖ്യാപിച്ചത്. അദ്ദേഹം ശക്തമായ പ്രവർത്തനം നടത്തുന്നു. കോടിയേരി ബാലകൃഷ്ണന് ആ മണ്ഡലം വിട്ട് പുറത്തു പോകാൻ പറ്റാത്ത വിധത്തിൽ ഒരു ഉഗ്രമായ പോരാട്ടം അവിടെ കാഴ്ചവെക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താന് കഴിയുന്നുണ്ട്. CPM-ന്റെ കോട്ടകൊത്തളമായിട്ടുള്ള തലശ്ശേരിയിൽ ഏറ്റവും ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ ഏതാണ്ട് 10,000ഓളം വോട്ടുകൾക്ക് മാത്രമാണ് കോടിയേരി ബാലകൃഷ്ണനെ ജയിക്കാൻ കഴിഞ്ഞത്. അത്തരത്തിൽ മികച്ച ഒരു പോരാട്ടം നടത്താൻ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ സാധിച്ചു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നോക്കിയാൽ അവിടെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മുൻപ് പറഞ്ഞ സതീശൻ പാച്ചേനി അവിടെ വീണ്ടും മത്സരിക്കാനായിട്ട് രംഗത്ത് വരികയാണ്. അവിടെ അന്ന് MP രാജേഷാണ് CPM-ന്റെ സ്ഥാനാർത്ഥി, LDF-ന്റെ സ്ഥാനാർത്ഥി. MP രാജേഷിനെ വെറും 1800 വോട്ടുകൾക്കാണ് ജയിക്കാൻ കഴിഞ്ഞത്. അത്തരത്തിൽ ഉജ്ജ്വലമായ ഒരു പോരാട്ടമാണ് സതീശൻ പാച്ചേനി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയത്. ഒരുപക്ഷെ ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ അന്ന് MP രാജേഷിനെ തോൽപ്പിച്ചുകൊണ്ട് പാലക്കാട് മണ്ഡലത്തിൽ ജയിക്കാൻ UDF-ന് കോൺഗ്രസിന് കഴിയുമായിരുന്നു. അത്തരത്തിൽ മികച്ച പ്രകടനങ്ങൾ മുൻകാലങ്ങളിൽ പല പ്രമുഖ നേതാക്കൾക്കെതിരെയും പല LDF-ന്റെ കോട്ടകൊത്തളങ്ങളെന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന പല മണ്ഡലങ്ങളിലും നടത്തിയ ചരിത്രം കോൺഗ്രസിനുണ്ട്, കോൺഗ്രസിന്റെ പല പ്രമുഖ നേതാക്കൾക്കുമുണ്ട്. അത്തരത്തിൽ ഒരു പ്രകടനമാണ് കോൺഗ്രസ് ഇത്തവണ ധർമ്മടം പോലെയുള്ള മണ്ഡലങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ഈസി വാക്ക് ഓവർ ഒരു നേതാവിനും കൊടുക്കേണ്ടതില്ല. മുഖ്യമന്ത്രിയല്ല, ആരാണെങ്കിലും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുക, മത്സരിച്ച് തോൽക്കുക, അതായത് ഡു ഓർ ഡൈ അല്ലെങ്കിൽ എന്ന് പറയുന്നത് പോലെ ഏറ്റുമുട്ടി അവസാന ശ്വാസം വരെ ശക്തമായ പോരാട്ടം നടത്തി തോൽക്കുക എന്ന ഒരു തന്ത്രമാണ് ഇത്തവണ സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ധർമ്മടത്ത്
ഈ ഷാഫി പറമ്പിലിന്റെ പേര് ഉയർന്നു കേൾക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഷാഫി പറമ്പിലിനെ പോലൊരു നേതാവിനെ അവിടെ രംഗത്തിറക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് ആ മണ്ഡലത്തിൽ മാത്രമല്ല കണ്ണൂരിൽ മൊത്തം, മലബാറിൽ തന്നെ മൊത്തത്തിൽ വലിയൊരു ആവേശവും ആത്മവിശ്വാസവും നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഷാഫി പറമ്പിലിന്റെ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹം MP ആയതുകൊണ്ട് ഹൈക്കമാൻഡ് തന്നെയാണ്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു MP-ക്ക് മത്സരിക്കാൻ, നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഇളവ് നൽകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. ഒരാൾക്ക് ഇളവ് കൊടുത്താൽ അത് പല MP-മാരെയും മത്സര രംഗത്തേക്ക് ഇറക്കുന്നതിന് സാഹചര്യം ഒരുക്കുമെന്നാൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം അത്തരത്തിൽ MP-മാരെ ഇത്തവണ മത്സരത്തിന് ഇറക്കണ്ട എന്നൊരു ധാരണയാണ് നിലവിലുള്ളത്. കാരണം വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് വരികയും ഒക്കെ തന്നെ ചെയ്യും. അത് ജനങ്ങൾക്ക് മേൽ കൂടുതൽ ഒരു ഭാരം അടിച്ചേൽപ്പിക്കുന്നതാണ്. അത്തരം ഒരു നീക്കത്തിലേക്ക് പോകേണ്ട നിലവിലെ സാഹചര്യത്തിൽ MP-മാരെ മത്സരത്തിന് ഇറക്കാതെ തന്നെ ജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ഷാഫി പറമ്പിലിന് മത്സരിക്കാൻ അനുമതി കിട്ടുന്നില്ല എങ്കിൽ ഇപ്പറഞ്ഞതുപോലെ യുവ നേതാക്കളായിട്ടുള്ള മുഹമ്മദ് ഷമ്മാസിനെ പോലെ, ഒപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ചന്ദ്രൻ തില്ലങ്കേരിയെ പോലെയുള്ള നേതാക്കൾ ഒരുപക്ഷെ പിണറായി വിജയനെ നേരിടാനായിട്ട് രംഗത്ത് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.